ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഗ്ലാമർ വണ്ടിയുടെ ഹീറോ ഗ്ലാമറിൻ്റെ എൻജിൻ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിലവിൽ നമുക്ക് ഉണ്ടല്ലോ അതിൻ്റെ ലെയ്ത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ലെയ്ത്ത് വർക്ക് ഏകദേശം 3500 വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്രാങ്ക് സെറ്റിങ് വരും, അതേപോലെ തന്നെ വാൽവും അതിൻ്റെ ഗൈഡും മാറ്റുന്നതായിട്ട് നമ്മൾ കൂട്ടിയേക്കണത്. അതേപോലെ വാൽവ് സീറ്റിങ് വരും. ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന് 2 ബെയറിങ് ബോൾ ബെയറിങ്ങുകളാണ്. അതടക്കം വരുമ്പോൾ ഏകദേശം വരുന്ന എമൗണ്ട് 3500 ആണ്. അപ്പോൾ അത് നമുക്ക് വ്യത്യാസം വന്നാലേ ലെയ്ത്ത് എമൗണ്ടിൽ വ്യത്യാസം വന്നല്ലോ. കൂടുതലാണെങ്കിലും അതിൻ്റെ അനുസരിച്ച് കൂടുതലും കൂടും. ഇനി കുറവാണോ വന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് വരും കേട്ടോ. സിലിണ്ടർ കിറ്റിന് നമുക്ക് 3390 അടുത്താണ് വന്നത്. അപ്പോൾ 3400 റൗണ്ട് ആക്കിയെന്നുള്ളൂ. ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റാണ്. അതിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടാണ് നമുക്ക് ബില്ലിൽ വരുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കാണിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് 790 ഉണ്ട്, പ്ലേറ്റിന് 280 വരും. ക്യാം ചെയിൻ കിറ്റ്, അതായത് ചെയിന്, ടെൻഷനർ, അതിൻ്റെ പാഡ്, അങ്ങനെ എല്ലാം കൂടി സെറ്റ് അടക്കം വരുമ്പോൾ വന്ന എമൗണ്ടാണ് ഏകദേശം 780 രൂപ നമുക്ക് വരാം. പിന്നെ പാക്കിംഗ് കിറ്റുകൾ വന്നിട്ടുണ്ട്. പാക്കിംഗ് കിറ്റായിട്ട് വരും ഗ്യാസ്കറ്റ് കിറ്റ്, അത് നമുക്ക് ഏകദേശം ഒരു 225 രൂപ അടുത്ത് വന്നിട്ടുണ്ട്. ഓറിങ് ഐറ്റംസ്, വാൽവത്തിൻ്റെ ഓറിങ്ങും ന്യൂട്രൽ ഓറിങ്ങും എല്ലാം കൂടിയിട്ട് എല്ലാ സെറ്റും കൂടിയിട്ട് ഏകദേശം നമുക്ക് 90 രൂപ. അത് ഏതൊക്കെയാണോ ആവശ്യം അത് മാത്രം നമുക്ക് എടുത്താൽ മതി. ബാലൻസ് എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ജസ്റ്റ് ആ കൂട്ടത്തിൽ ഇട്ടുന്നുള്ളൂ. ഓയിൽ സെൽ കിറ്റ് 55 രൂപ വരും. പിന്നെ ഓയിൽ, എൻജിൻ ഓയിൽ, ഹീറോൻ്റെ കമ്പനി ഓയിൽ, അതേപോലെ തന്നെ ഓയിൽ ബോൾട്ട് വാഷും അതിൻ്റെ ഓറിങ് എല്ലാം കൂടി 390 വരുന്നുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് 140 രൂപ വരും. പ്ലഗ്, ഗിയറിൻ്റെ ആം കറക്റ്റ് ഒരു ലിഫ്റ്റർ അസംബ്ലി പോലത്തെ ഒരു യൂണിറ്റാണ്. അതിൻ്റെ ക്ലച്ചിനകത്ത് തന്നെയാണ്. ഏകദേശം ഒരു 95 രൂപയാണ് 90 അങ്ങനെ എന്തോ തന്നെ. അപ്പോൾ ഏകദേശം റൗണ്ടാക്കി 100 ഇട്ടുള്ളൂ. ഗിയർ ബോക്സിൻ്റെ 4 ബെയറിംഗ് അടക്കം വരുമ്പോൾ ഏകദേശം 550 രൂപ ഉണ്ട്. പിന്നെ നമുക്ക് ആ കൂട്ടത്തിൽ കിടാം. അതൊക്കെ എൻജിൻ വർക്കാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കാർബറേറ്ററൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്ത് തരണം. അപ്പോൾ ക്ലീനറിൻ്റെ എമൗണ്ടാണ് നമ്മളിപ്പോൾ കൂട്ടിയാണ്. അതേപോലെ സൈലൻസറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകും. അപ്പോൾ കറക്റ്റ് ആ ഒരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കാർബറേറ്ററിനകത്ത് സ്ലോ ജെറ്റ് സാധാരണ രീതിയിൽ ബ്ലോക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ട് വന്നാൽ നമുക്ക് എടുക്കേണ്ടി വരും. ഏകദേശം 100 എടുത്ത് വരും. എയർ ഫിൽറ്ററും മാറ്റി പുതിയ ഫിൽറ്റർ ഇടാം. ആ കമ്പനി ആയിട്ടുണ്ടോ. പിന്നെ അഡീഷണൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 350 രൂപ കാണിച്ചേക്കുന്നത്. അത്രയും അത് വന്നൊന്നല്ല. ലേബർ ചാർജ് 3000 രൂപയാണ്. എൻജിൻ വർക്കിൻ്റെ ലേബർ ചാർജ് വന്നത് 3000 രൂപയാണ്. ഇത് ഓൾറെഡി നമുക്ക് ഫിക്സ് ആയിട്ട് പറയാം എത്ര രൂപ എന്നുള്ളത്. ബാക്കിയത്തെ ഇത് ഐറ്റംസ് ഏതൊക്കെയാണോ. അപ്പോൾ നമ്മൾ റഫായിട്ടൊരു എസ്റ്റിമേറ്റ് ഇട്ടാണ്. വില കറക്റ്റ് അതാവണമെന്നില്ല. അത് ഏറെക്കുറെ ഒരു ധാരണ വെച്ചിട്ടിട്ടാണ്. അപ്പോൾ അതും പ്രകാരം വെച്ചോ ഇതിനകത്തൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ അത് നമുക്ക് ബില്ലിനകത്ത് കറക്റ്റായിട്ട് ബാധിക്കും. കൂടുതലാണെങ്കിൽ കൂടുതൽ വരും, കുറവാണെങ്കിൽ കുറയും. സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ താഴെയാണ് എന്തെങ്കിലും വരുള്ളൂ. അപ്പോൾ അങ്ങനെ കൂട്ടാണെങ്കിൽ 14,285 രൂപയാണ് നമുക്ക് നെറ്റ് എമൗണ്ട് പ്രതീക്ഷിക്കാവുന്നത്. അതായത് 1 ഇയർ ഗ്യാരണ്ടിയിലാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഭാഗങ്ങൾ ക്രാങ്ക് മാത്രം സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ കണക്ടറോട് സാധനങ്ങളൊക്കെ ഓൾറെഡി വാറണ്ടിയിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കൊണ്ടാണ് അത് മാറ്റേണ്ടത് പറയാത്തത്. കാരണം ഞാൻ അതിൽ ക്രാങ്കിന് മാത്രം വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4000 രൂപ താഴെ അതിന് വന്നുണ്ട്. അപ്പോൾ 4000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ ആ കൂട്ടത്തിൽ കൂടെ ബാക്കിയത്തെ എല്ലാ വർക്കുകളും കൂടി നമുക്ക് വെച്ചിട്ട് വാൽവും അതിൻ്റെ വാൽവ് സീറ്റിങ്, ഗൈഡ് ചേഞ്ചിങ്, ക്യാം ഷാഫ്റ്റ് കാര്യങ്ങൾ എല്ലാം കൂടിയിട്ട് നമുക്ക് അതുമേ 3500 രൂപയ്ക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ എമൗണ്ടുമ്പോൾ ചെയ്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ക്രാങ്കിൻ്റെ കേസ്. അത്ര കാരണം ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുത്താൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നല്ല പാർട്സാണ് യൂസ് ചെയ്യുന്നത് നിന്നോളും. അതുകൊണ്ടാണ് നമ്മളത്ര ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്താലും മതി എന്ന് പറയുന്നത് കേസ്. പിന്നെ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സാധനങ്ങൾ മാറ്റി ചെയ്യുമ്പോൾ തന്നെ എമൗണ്ടാണത്. പിന്നെ ഇതിൽ കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ മാറ്റാനായിട്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ ലേബർ ചാർജ് കാര്യങ്ങൾ പണിക്കാശ് എന്തായാലും വരും. നേരെ മറിച്ച് ബാക്കിയത്തെ ഈ ചെയ്യുന്ന സർവീസുകളിലെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ചെയ്യുക എന്നാലും ഒഴിവാക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലൊക്കെയാണ് നമുക്ക് അതിനകത്ത് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുക. ഇപ്പോൾ സിലിണ്ടർ കിറ്റൊക്കെ ഓൾറെഡി മാറ്റുന്നത് 3390 കൊണ്ടാണ് അതിൻ്റെ സിലിണ്ടർ കിറ്റ് വരാം. അപ്പോൾ അത് ഓൾറെഡി ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 2000 രൂപയുടെ അടുത്ത് നമുക്ക് സേവ് 2000 അല്ല ഒരു 1800 രൂപ അടുത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും, റേറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ക്ലച്ച് ഡിസ്കൊക്കെ നമ്മുടെ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രമാണ് പിന്നെ മറ്റേപാട് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് 1 വർഷം ഗ്യാരണ്ടിയിൽ നമുക്ക് 100% ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എസ്റ്റിമേറ്റ് എമൗണ്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ രീതിയിൽ ചെയ്യണോ ഇനി അതല്ലെങ്കിൽ കുറഞ്ഞ രീതിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിലും ചെയ്യാം. പക്ഷേ എന്ന് വെച്ചാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്കൊരു മെയിൻ്റെനൻസ് വന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന പണിയൊക്കെ പഴപണിയാവും. അതുകൊണ്ടാണ് നമ്മളത്ര ഡീറ്റെയിലായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് പറയാം. അതും പ്രകാരം നമുക്ക് ചെയ്യാം.
ഈ എസ്റ്റിമേറ്റിൽ ചെയ്യണമെങ്കിൽ ഈ എസ്റ്റിമേറ്റിൽ ചെയ്യാം. കാരണം ഇതാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടിയിൽ ചെയ്യാൻ പറ്റും. മറ്റേപാട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ സാധാരണ ചെയ്യാറില്ല, ഗ്യാരണ്ടിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തു പോകാറ്. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും, നമുക്കതനുസരിച്ചിട്ട് നോക്കിയിട്ട് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഓക്കെ.